ഹായ് മക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനു വേണ്ടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മളോട് പലപ്പോഴും നമുക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട്, ഉത്തരത്തെ തേടാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മൊബൈൽ ഫോണാണ്. അല്ലെ, മൊബൈൽ ഫോണിന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. ഈ മൊബൈൽ ഫോണിന്റെ ഇൻവെൻഷന് തുടക്കം കുറിക്കുന്നത് അഥവാ ഇത് നമ്മുടെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ്. എന്തായിരുന്നു അലക്സാണ്ടർ ഗ്രഹാം ബെൽ ഇതിന്റെ പിന്നിലെ മോട്ടീവ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്നത്തെ കാലത്ത് ആദ്യം തന്നെ കുട്ടികളായ നിങ്ങൾ ഫോണിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക, ഒരു പക്ഷേ നമ്മുടെ അമ്മമാര് നമ്മളെ വിളിക്കുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ ഒരു മക്കളെ വിളിക്കുന്ന നമ്മുടെ അമ്മമാരായിരിക്കും. നീ എവിടെയാ, എത്താനായോ, ഭക്ഷണം കഴിച്ചോ, ഇങ്ങനെ ചോദിക്കും. ഈ ലോകത്തിന് മുമ്പിലേക്ക് ടെലിഫോൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ കൊണ്ടുവന്നിട്ട് ജീവിതത്തിൽ ഒരു തവണ കൂടി അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന് തന്റെ വീട്ടിലേക്ക് വിളിക്കാൻ സാധിച്ചിട്ടില്ല. അതിന് രണ്ടുണ്ട് കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം, അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ലോകത്തിന് മുൻപിലേക്ക് ടെലിഫോൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഉപകാരമില്ല. പക്ഷെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ സന്തോഷകരമായ നിമിഷങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളെ, ഒരുപക്ഷെ പ്രവാസി ആളുകൾ വീഡിയോ കോളിലൂടെ തൻ്റെ അച്ഛനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മൊബൈലിന്റെ ഈ രൂപത്തിലേക്കുള്ള മാറ്റമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതം ജീവിക്കണമെന്ന് ചോദിച്ചാൽ, ഞാൻ അടങ്ങുന്ന കുടുംബത്തിനപ്പുറത്തോട്ട് എനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിനും നിങ്ങളെ ഉപകരിക്കുക എന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. നിങ്ങളിൽ നിന്ന് നല്ലൊരു വിദ്യാർത്ഥിയെ സൃഷ്ടിക്കുക എന്നതല്ല ഏകന്റെ ലക്ഷ്യം. അതിനോടൊപ്പം നിങ്ങളിൽ നിന്ന് നല്ലൊരു മനുഷ്യനെ സമൂഹത്തിന് നൽകുക എന്നതാണ്. നിങ്ങളോടൊപ്പം നല്ലൊരു മനുഷ്യൻ നിങ്ങളാവുക. നമ്മൾ ഏകനോടൊപ്പം ചേർന്ന് ഈ മാനവരാശിക്ക് നന്മകൾ നേരുക. താങ്ക് യു.